അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് റിനി, ഇതെൻ്റെ ഹസ്ബൻഡ് ബ്ലേസ്, മകൻ ലൂക്ക്. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. ഒത്തിരി സന്തോഷത്തോടെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ഞാൻ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി ഒത്തിരി നാളായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഡിസംബർ 22, 2022. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലാണ്. അപ്പോൾ എനിക്ക് കാനഡയിലേക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. അത് 3 മാസം വെയിറ്റ് ചെയ്തിട്ട് റിജക്ഷനാണ് വന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ PR-ൻ്റെ ആപ്ലിക്കേഷൻ ഇട്ടു. പക്ഷേ അതിൻ്റെ പ്രോസസ്സിങ് ടൈം ഏകദേശം 1 ഇയറോളം ഉണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്കെങ്കിലും ഒരുമിച്ചായിരിക്കണമെന്ന്. അങ്ങനെ ഞാനിവിടെ ഡിസംബർ 22, 2022 വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ അതായിരുന്നു. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒന്നും കൂടെ തോന്നി വിസിറ്റർ വിസ ഒന്നും കൂടെ അപ്ലൈ ചെയ്യാമെന്ന്. അങ്ങനെ വിസിറ്റർ വിസയ്ക്ക് അപ്ലൈ ചെയ്തു. കൃത്യം 15ാമത്തെ ദിവസം ഞങ്ങൾക്ക് വിസിറ്റർ വിസ അപ്രൂവലാണ് കിട്ടിയത്. പ്രോസസ്സിങ് ടൈം അതിലും കൂടുതലായിരുന്നു. പക്ഷേ ഇത് മാതാവ് ഇടപെട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് കൃത്യം 2 ആഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് അപ്രൂവൽ കിട്ടിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത്, എനിക്ക് കാനഡയിൽ ചെന്ന് പഠിക്കാനായിരുന്നു ആഗ്രഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് IELTS എഴുതി മാക്സിമം സ്കോറൊക്കെ കിട്ടിയിട്ട് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ നിയോഗം അത് തന്നെ എഴുതി. അപ്പോൾ ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ IELTS എഴുതിയിട്ടുണ്ട്. അന്ന് എനിക്ക് 7 കിട്ടി. അത് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കഴിവുകൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ എനിക്ക് വിഷമമായിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ പ്രാർത്ഥന കുറഞ്ഞു പോയതുകൊണ്ടായിരിക്കാമെന്ന് ഞാൻ ചിന്തിച്ചു. ഒന്നും കൂടെയൊക്കെ പ്രാർത്ഥിച്ച് ഒന്നും കൂടെ IELTS എഴുതി. അപ്പോഴും എനിക്ക് 7 തന്നെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം വിധി, അങ്ങനെയൊക്കെ ഞാൻ വിശ്വസിച്ചു. പക്ഷെ എനിക്ക് തോന്നി അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി ആദ്യത്തെ പ്രാവശ്യം പുതുക്കി. എന്നിട്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി അന്ന് റീവാലുവേഷൻ അയക്കാം. റീവാലുവേഷൻ ഇച്ചിരി എക്സ്പെൻസീവാണ്. അപ്പോൾ എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അന്നേരം അങ്ങനെ തോന്നി ഞാൻ ഒന്നും കൂടെ റീവാലുവേഷൻ അയച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് റിസൾട്ട് മാറി. എൻ്റെ സ്കോർ 8 എനിക്ക് കിട്ടി. അത് എന്നെ അറിയുന്നവർക്കറിയാം എനിക്ക് 8 കിട്ടാനുള്ള ഒരു യോഗ്യതയില്ല, മാതാവ് തന്നെ തന്നതാണത്. പിന്നെ വിസ കിട്ടി. ഞാൻ കാനഡയിൽ ചെന്ന് 1 മന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ വിസിറ്റർ വിസയിൽ തന്നെയാണ്. അപ്പോൾ വിസിറ്റർ വിസയിൽ നിന്നുകൊണ്ട് ഡോക്ടറെ കാണുക എന്നുള്ളതൊക്കെ ഇച്ചിരി എക്സ്പെൻസീവാണ്, നമുക്ക് അത് പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. 2 വീക്സിനുള്ളിൽ തന്നെ എൻ്റെ PR-ൻ്റെ പ്രോസസ്സിങ് കംപ്ലീറ്റ് ആയി. എനിക്ക് PR കിട്ടുകയും പിന്നെ ഡോക്ടറെ കണ്ട് പ്രഗ്നൻസി എല്ലാം കൺഫേം ചെയ്യാനൊക്കെ സാധിച്ചു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. 4th മന്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ബ്ലീഡിങ് വരികയും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അത് സെർവിക്കൽ പോളിപ്പാണ്, അത് ബയോപ്സിക്ക് അയക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഞാൻ പിന്നെ കരുതി മാതാവുണ്ടല്ലോ, ഞാൻ എന്തിനു പേടിക്കണം. അങ്ങനെ അത് ബയോപ്സിക്ക് അയച്ച് അത് റിസൾട്ട് നെഗറ്റീവായി മാതാവ് തന്നു. പിന്നെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ഡയബറ്റിക് ആണെന്ന് അറിഞ്ഞു. ഡയറ്റെല്ലാം കൺട്രോൾ ചെയ്ത് നോക്കി, പക്ഷേ ഒന്നും കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല, ഷുഗർ കൺട്രോൾ നിൽക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പതിയെ ഇൻസുലിനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒത്തിരി വിഷമമുള്ളൊരു ടൈമായിരുന്നു എനിക്കത്. കാരണം തീരെ ചെറുപ്പത്തിൽ തന്നെ ഇൻസുലിനൊക്കെ എടുക്കേണ്ടി വരിക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇമോഷണലി മെൻ്റലി ഞാൻ ഭയങ്കര വീക്കായിപ്പോയി. അതാർക്കും അറിയില്ല, എനിക്ക് മാതാവിന് മാത്രമേ അറിയുള്ളൂ. ഞാൻ ഒറ്റയ്ക്കിരുന്നൊക്കെ ഒത്തിരി ഞാൻ മാതാവിനെ വിളിച്ച് കരയായിരുന്നു, എനിക്കിങ്ങനെ വന്നല്ലോ. പക്ഷെ ഞാൻ അപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു, ഞാൻ എന്ത് സഹിച്ചോളാം, എനിക്ക് ഹെൽത്തി ആയിട്ട് ഒരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചാൽ മതി ഞാൻ പറയുമായിരുന്നു. അപ്പോഴൊക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, റിനിക്ക് നോർമൽ ഡെലിവറി ആവാൻ വല്ല ചാൻസും ഉണ്ടോയെന്ന് ചോദിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഈ C-സെക്ഷനേ ഉള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അതുകൊണ്ട് ഞാൻ മാതാവിനോട് എനിക്ക് നോർമൽ ഡെലിവറി ഇതൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ അവിടെ മാതാവ് ഇടപെട്ട് എനിക്ക് നോർമൽ ഡെലിവറി തന്ന് ഹെൽത്തി ആയിട്ടൊരു കുട്ടീനെ തന്ന് അനുഗ്രഹിച്ചു. അപ്പോൾ ഞാൻ പ്രഗ്നൻസി നമ്മൾ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യുമ്പോൾ ഉടമ്പടി തൈലം ഞാൻ കരുതി ബാഗിൽ ഞാൻ വെച്ചു. കൊച്ച് പുറത്ത് വരുന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഞങ്ങൾ ഉടമ്പടി തൈലം ഉപയോഗിച്ച് നെറ്റിയിൽ കുരിശ് വരച്ച് കൊച്ചിൻ്റെയും ഷുഗർ എല്ലാം നോർമലായിരുന്നു. എൻ്റെ ഡയബറ്റീസ് മാറി കിട്ടി. മാതാവ് തന്ന ഒരു അനുഗ്രഹമാണത്. പിന്നെ ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ 5ാമത്തെ നിയോഗമായി ഞാൻ എഴുതിയതാണ് കാനഡയിൽ ഞങ്ങൾക്കൊരു വീട് മേടിക്കുക എന്നുള്ളത്. ഞാൻ വെറുതെ തമാശയ്ക്ക് എഴുതി വെച്ച കാര്യമാണ്. ഞാൻ ആഗ്രഹിച്ചത് കാനഡയിൽ ചെന്ന് ഒരു 2-3 ഇയേഴ്സൊക്കെ കഴിഞ്ഞിട്ട് വീട് മേടിക്കുക എന്നുള്ളതാണ്. പക്ഷെ ഞാനതെല്ലാം മറന്നു. പക്ഷെ മാതാവ് ഞാൻ കാനഡയിൽ പോയ വർഷം തന്നെ ഞങ്ങൾക്ക് വീട് മേടിക്കാനുള്ളൊരു അനുഗ്രഹം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ പറയാനുള്ളത്, ഈ വീട് മേടിക്കണമെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഒരു പെർമനൻറ്റ് ജോലി ആവശ്യമാണ്, എന്നാലാണ് ലോൺ അപ്രൂവൽ കിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അവിടെ പോയിട്ട് കിട്ടിയ ജോലി എന്ന് പറയുന്നത് കോൺട്രാക്ട് ബേസിസിലുള്ളതാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യും, 1 മന്ത് കഴിയുമ്പോഴേക്കും അവരെനിക്ക് കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് തരും. അങ്ങനെയാണ് ഞാൻ ജോലി ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എംപ്ലോയറിനോട് എൻ്റെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ ആവശ്യപ്പെട്ടപ്പോൾ എനിക്കറിയാം ഞാൻ എന്തായാലും കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്കതെന്തായാലും എംപ്ലോയ്മെൻറ്റ് ലെറ്ററിൽ
ഓൺ എ കോൺട്രാക്ട് ബേസിസിൽ എഴുതി തരും എന്നെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ഞാൻ അവരോട് അതൊന്നും ആവശ്യപ്പെട്ടില്ല. പക്ഷെ എനിക്ക് അവർ തന്നപ്പോൾ ഞാൻ അവിടുത്തെ പെർമനൻറ്റ് എംപ്ലോയി എന്ന് തന്നെ എനിക്ക് അവർ തന്നു. എൻ്റെ കൂട്ടത്തിൽ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തവർക്കെല്ലാം വർക്കിംഗ് ഓൺ എ കോൺട്രാക്ട് ബേസിസ് എന്നാണ് കൊടുത്തത്. അത് അപ്പോൾ എൻ്റെ നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇതെങ്ങനെ റിനിക്ക് മാത്രം ഇതെങ്ങനെ കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് തന്നു, അത് മാതാവ് തന്നൊരു അനുഗ്രഹമാണ്. ഞങ്ങൾക്ക് അങ്ങനെ വീട് മേടിക്കാനും സാധിച്ചു. പിന്നെ ഡെലിവറി എല്ലാം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ എൻ്റെ ഭാവിയെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാൻ തുടങ്ങി. എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ എല്ലാം ഒരു നിലയിലൊക്കെ എത്തി, ഞാൻ മാത്രം എവിടെ എത്തിയിട്ടില്ല. അപ്പം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ എന്നൊക്കെ ആലോചിച്ച്. അപ്പോഴാണ് തോന്നിയത് എനിക്ക് ഞാൻ അവിടെ പോയി നഴ്സിങ്ങിന് അപ്ലൈ ചെയ്യാം, അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു കോമ്പറ്റീറ്റീവ് ആണ്, നീ അപ്ലൈ ചെയ്യണ്ട, നിനക്ക് കിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു വെറുതെ അപ്ലൈ ചെയ്യാം, മാതാവ് തരണമെങ്കിൽ തരട്ടെ. അങ്ങനെ നഴ്സിങ്ങിന് അപ്ലൈ ചെയ്തു. എനിക്ക് നല്ലൊരു യൂണിവേഴ്സിറ്റി തന്നെ നഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിച്ചു. എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, വെക്കേഷനാണ്, ഒരു ഗ്യാപ്പിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ വെറുതെ എടുത്തതാണ്, കാരണം എനിക്ക് ഈ ഉടമ്പടി തന്നെ ജീവിച്ചു പോകാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിലൊരു നിയോഗമാണ് 2025 ഏപ്രിലിൽ എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളത്. ഞാൻ എഴുതിയത് 2025 ഏപ്രിലാണ്. ഞാൻ വന്നത് ഏപ്രിലാണെങ്കിൽ ഇപ്പോൾ മെയ്യിലാണ് എനിക്ക് സാക്ഷ്യം പറയാനായിട്ട് സാധിച്ചത്. മാതാവിന് ഒത്തിരി നന്ദി. ഞങ്ങൾക്കിവിടെ വരാനുള്ളൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല, പക്ഷെ അതെൻ്റെ ഒരു അതിമോഹമായിരുന്നു ഇവിടെ വരിക എന്നുള്ളത്, വന്ന് സാക്ഷ്യം പറയുക എന്നുള്ളത്. പക്ഷേ മാതാവ് ആ കറക്റ്റ് ടൈമായപ്പോൾ വരാനുള്ള എല്ലാ സാഹചര്യവും ഒരുക്കി തന്നി. ഫിനാൻഷ്യലി ആണെങ്കിൽ എല്ലാത്തിനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ആദ്യത്തെ നിയോഗം എന്നുള്ളത് ഞാൻ എൻ്റെ പേരൻസിനും ഹസ്ബൻഡിൻ്റെ പേരൻസിനും ആരോഗ്യം കൊടുക്കണം എന്നാണ് പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിലാണ് എൻ്റെ അപ്പച്ചന് നെഞ്ചുവേദന പോലെ വരുന്നു, ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ മാതാവിനോട് ചോദിച്ചത് എനിക്ക് പണിയാണല്ലോ തന്നതെന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെ ആൻജിയോഗ്രാമൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അത് കുഴപ്പമില്ല, മെഡിസിൻ എല്ലാം എടുത്താൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഉടമ്പടി എടുത്ത് ആ 3 മാസം പൂർത്തിയാവുന്ന മുമ്പ് തന്നെ മാതാവ് അത് കാണിച്ചു തന്നതാണെന്ന് എനിക്കത് മനസ്സിലായി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ മെഡിസിൻ എല്ലാം എടുത്ത് അത് മാതാവ് അത് എല്ലാം ഓക്കെ ആക്കി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഹസ്ബൻഡിന് അവിടുത്തെ കനേഡിയൻ നാഷണൽ റെയിൽവേയിൽ ജോലി ലഭിക്കുകയും ഇപ്പോൾ അവിടെ ജോലി ചെയ്യുകയും ചെയ്യുകയാണ്. പിന്നെ എനിക്ക് ഞാൻ ഒരു സാക്ഷ്യം ഞാൻ മുടക്കാറില്ല. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ സാക്ഷ്യങ്ങളും ഞാൻ കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാക്ഷ്യം കാണുക എന്നുള്ളത്. ഞാൻ അതുപോലെ ചൊവ്വാഴ്ചത്തെ ധ്യാനം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസം എന്ന് പറഞ്ഞാൽ ചൊവ്വാഴ്ചയാണ്. എനിക്ക് ചൊവ്വാഴ്ച എനിക്ക് ഭയങ്കര ഇഷ്ടം, കാരണം ഞങ്ങൾക്ക് അവിടെ രാവിലെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ വൈകുന്നേരമാണ്. അപ്പോൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ ഇരുന്ന് ധ്യാനം കൂടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് ഒത്തിരി രോഗസൗഖ്യങ്ങൾ ലഭിച്ചു. അവിടെ എനിക്ക് വിൻ്ററിൻ്റെ ടൈം ആകുമ്പോൾ എൻ്റെ നിപ്പിളിൽ എപ്പോഴും ഇങ്ങനെ ക്രാക്ക് വരുമായിരുന്നു. എനിക്കത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാൻ അതിന് മെഡിസിൻ ഓയിൻമെൻറ്റ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഒരു ദിവസം ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ച് എൻ്റെ നിപ്പിളിൽ ഞാൻ തേച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഹീലായി. ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല. അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ പൈൽസ് പോലെ വരുമായിരുന്നു. അത് ഒത്തിരി പെയിൻഫുള്ളായിരുന്നു. ഞാനപ്പോൾ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ച് അത് കുടിച്ചു 2 ദിവസം. അത് കഴിഞ്ഞപ്പോഴേക്കും അതും മാറി കിട്ടി എനിക്ക്. പിന്നെ ഇടയ്ക്ക് വരുമെങ്കിലും അതത്ര കുഴപ്പമില്ല, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. മാതാവ് അത് എനിക്ക് ഓക്കെ ആക്കി തന്നു. പിന്നെ പറയാനുള്ളത്, ഇടയ്ക്ക് എനിക്ക് കഴിഞ്ഞ ടേമിൽ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ഒരു കോഴ്സ്, എനിക്ക് ഫിസിയോളജി എന്നൊരു കോഴ്സ് എടുക്കാനുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ആ കോഴ്സിലെല്ലാം ഫില്ലായിരിക്കുകയാണ്, ഒരു സീറ്റ് പോലും ഇല്ല. അപ്പം ഞാൻ അന്ന് ഉടമ്പടി ധ്യാനം കൂടിയപ്പോൾ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാനിത് കൂടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കായിട്ടൊരു സീറ്റ് അവിടെ വേണം. അങ്ങനെ ഞാൻ ആ ധ്യാനം കൂടിക്കഴിഞ്ഞ് ഇതെടുത്ത് നോക്കുമ്പോൾ എനിക്കായിട്ട് ഞാൻ ഒരാഴ്ചയായിട്ട് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, എപ്പോഴും 0 എന്നാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ധ്യാനം കൂടിക്കഴിഞ്ഞ് നോക്കുമ്പോൾ എനിക്കായിട്ട് ഒരു സീറ്റ് ആ കോഴ്സിലുണ്ടായിരുന്നു. എനിക്കതിൽ എടുക്കാനും പറ്റി, ആ കോഴ്സ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനും പറ്റി. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും എൻ്റെ കാശ് രൂപ എനിക്ക് ഡെലിവറിയുടെ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് മിസ്സായി. എന്നാൽ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ ലോക്കറ്റ് ഞാൻ എപ്പോഴും എൻ്റെ മാലയിൽ ഇടുമായിരുന്നു. അതെപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊച്ചു പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അത് പൊട്ടിപ്പോവുകയും എവിടെയെങ്കിലും വെച്ച് വീണ് പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റിൽ അതിങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമം തോന്നി. പക്ഷെ ഞാൻ മാതാവിനോട് വിചാരിച്ച് ചിലപ്പോൾ മാതാവ്
ഇടയ്ക്ക് പ്രാർത്ഥനയിൽ നിന്നൊക്കെ കുറഞ്ഞു പോകുന്നതുകൊണ്ടാണോ അങ്ങനെ പോകുന്നതെന്നൊക്കെ ഞാൻ ചിന്തിച്ചു. പക്ഷെ അത് ഒരു 4 ഡേയ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് അത് പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്തു നിന്ന് എനിക്ക് ആ ലോക്കറ്റ് കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഡിസംബറിൽ ഒന്നുകൂടെ എനിക്ക് ആ ലോക്കറ്റ് മിസ്സായി. അപ്പോൾ അന്നൊക്കെ ഞാൻ മാധവനോട് ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ ഒത്തിരി ലോക്കറ്റ് ഉണ്ട്, അതൊന്നും എടുത്തിടുന്ന ഞാൻ വിചാരിക്കണ്ട, എനിക്ക് ആ ലോക്കറ്റ് തന്നെ എനിക്ക് തന്നേക്കണം എന്ന് ഞാൻ മാധവനോട് പറയുമായിരുന്നു. അങ്ങനെ ആ ലോക്കറ്റ് അതും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നിന്ന് മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എനിക്ക് തോന്നും മാതാവ് എൻ്റെ കൂടെയുണ്ട് എനിക്ക് തോന്നും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ഇവിടെ ഒത്തിരി പത്രമൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ കാനഡയിലേക്ക് പോയത്. അവിടെ പോയപ്പോഴാണ് ഞാൻ ഒത്തിരി പത്രം അവിടെ കൊടുത്തത്. എപ്പോഴും ഞങ്ങളുടെ പേരൻസ് ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് വരും, പത്രം ഒത്തിരി കൊണ്ടുവരും, ഞാൻ അവിടുത്തെ പള്ളിയിലൊക്കെ കൊടുക്കും. കാരുണ്യ പ്രവർത്തികൾ ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒത്തിരി ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് എനിക്ക് വിഷമമായിരുന്നു, എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇവിടെ ആയിരുന്നെങ്കിൽ ഞാൻ ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യും, അത് എനിക്കും അറിയാം, മാതാവിനും അറിയാം. പക്ഷേ എനിക്ക് അവിടെ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സാക്ഷ്യങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് വിഷമമായിരുന്നു. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒത്തിരി മുടിയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും അമ്മയോടും ചോദിച്ചു, ഞാൻ മുടി വെട്ടി ഷോർട്ട് ആക്കട്ടെ. അപ്പോൾ ഇവർ പറഞ്ഞു, ഇല്ല, നിനക്ക് മുടി ഉള്ളതാണ് ഭംഗി. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ആ മുടി വെട്ടി അത് ഡൊണേറ്റ് ചെയ്യുന്നതല്ലേ എനിക്ക് അന്നേരം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. ഞാൻ അങ്ങനെ എൻ്റെ മുടി വെട്ടി അത് ഞാൻ ഡൊണേറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം, എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു, അന്ന് ഞാൻ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ വിചാരിച്ച കാര്യം, നമ്മളെന്തിന് നമ്മുടെ ബ്ലഡ് മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കണം, നമ്മൾ വേദന സഹിച്ച് അതൊക്കെ എന്തിനു ചെയ്യണം എന്നൊക്കെ ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഈ ഉടമ്പടിയിൽ ജീവിച്ചു തുടങ്ങിയ പിന്നെയാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നി. ഞാൻ അവിടെ വെച്ച് ഒരു തവണ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുകയും ചെയ്തു. മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. ഇനിയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഗ്രഹം തരുമെന്ന് വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 41:12. എൻ്റെ നിഷ്കളങ്കത നിമിത്തം അവിടുന്ന് എന്നെ താങ്ങുകയും എന്നേക്കുമായി അവിടുത്തെ സന്നിധിയിൽ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്തു. റിനി വർഗീസ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ ദൈവാനുഭവങ്ങളെ, സന്തോഷകരമായ അത്ഭുതങ്ങളെ ഈ അൾത്താരയിൽ നന്ദിപൂർവ്വം കൃപാസന മാതാവിന് സമർപ്പിക്കുന്നു. മകൾ പറയുന്നുണ്ട്, ആദ്യം IELTS പരീക്ഷ എഴുതുവാൻ വേണ്ടി ആദ്യം സ്വന്തം കഴിവിലെഴുതി ഒരു സ്കോർ ലഭിച്ചു. അമ്മയുടെ തിരുനടയിൽ ഉടമ്പടി എടുത്ത് അല്പം കൂടി മെച്ചപ്പെട്ടതിന് വേണ്ടി ആഗ്രഹിച്ചു. 8 പോയിൻ്റ് നൽകി അമ്മ മാതാവ് ആ പരീക്ഷ കൂടുതൽ മെച്ചപ്പെടുത്തി അനുഗ്രഹിച്ചു. പിന്നീട് കാനഡയിൽ പോകുവാൻ വേണ്ടിയുള്ള കുടുംബത്തിൻ്റെ പരിശ്രമങ്ങളിൽ തടസ്സങ്ങളെല്ലാം മാറി വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് അമ്മ മാതാവ് ആ കുടുംബത്തെ കാനഡയിലേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുത്തു. അവിടെ ചെന്ന് നഴ്സിംഗ് പഠിക്കണമെന്ന ആഗ്രഹത്തോടു കൂടി അതിൻ്റെ പരിശ്രമത്തിൽ മകൾ ഏർപ്പെടുകയും ആ പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ അമ്മ മാതാവ് മകളെ വഴി നടത്തി. ജീവിത പങ്കാളിക്ക് അവിടെയുള്ള റെയിൽവേയിൽ ജോലിയിലേക്ക് പ്രവേശിക്കുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഭൗതികമായി ജീവിതത്തെ ഒന്ന് സെറ്റിൽ ചെയ്യുവാൻ, അതോടൊപ്പം അവിടെ ഒരു വീട് കണ്ടെത്തി ആ കുടുംബം ഒന്ന് സുരക്ഷിതമായി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള വഴികൾ അമ്മ മാതാവ് തുറന്നു കൊടുത്തതാണ് സാക്ഷ്യത്തിൽ ആവർത്തിച്ച് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നത്. മറ്റൊന്ന് ഈ കുഞ്ഞിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ്. പ്രഗ്നൻസിയുടെ കാലത്തുണ്ടായ പ്രയാസങ്ങൾ, പിന്നെ ആരോഗ്യമുള്ള കുഞ്ഞ് പ്രദാനം ചെയ്തതിന് ശേഷം മകൾ അനുഭവിച്ചിരുന്ന പൈൽസിൻ്റെ വിഷയങ്ങളും മറ്റ് ശാരീരികമായ പ്രയാസങ്ങളും, പിന്നീട് സമയത്തുണ്ടായിരുന്ന ശാരീരികമായ പ്രയാസങ്ങൾ ഓരോന്ന് പറയുമ്പോഴും മകളുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹം കൂടിയാണത്. അമ്മ മാതാവിനോട് നിരന്തരം സംസാരിക്കുവാൻ, അത് അമ്മയെപ്പോലെ വിളിച്ച് സംസാരിച്ചുകൊണ്ട് ഒരു നിർദ്ദേശം തേടുവാനും നമ്മുടെ ജീവിതത്തെ കൊടുക്കുവാനും പറ്റുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെ വേഗതയും സുതാര്യതയും ഉടമ്പടിയിൽ നമ്മളെപ്പോഴും കാണാറുണ്ട്. മകളൊരു 11ഓളം കാര്യങ്ങൾ ഈ സാക്ഷ്യത്തിൽ ചെറുതും വലുതുമായി ഓരോന്നോരോന്ന് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് എന്തൊരാവശ്യം വരുമ്പോഴും ഞാനത് അമ്മ മാതാവിനോട് ചോദിക്കുകയോ അമ്മ മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ചെയ്യുമ്പോൾ അമ്മ എനിക്ക് വേണ്ടി കൂടെ നിന്ന് ഈശോപ്പയെ കൊണ്ട് അതെല്ലാം അനുവദിച്ചു തരുന്നു, നേടിത്തരുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളെ ബലപ്പെടുത്തുന്നത്, ആത്മധൈര്യമുള്ളതാക്കുന്നത്, നമ്മൾ ഒറ്റയ്ക്കല്ല ഈ ജീവിതം തുഴയുന്നത്. നമുക്ക് കൂടെ തുഴയുവാൻ നമ്മളിലും ശക്തിയുള്ള, കൃപയുള്ള, നമ്മളെ ഏതു തരത്തിലും സഹായിക്കുവാൻ കെൽപ്പുള്ള
ഒരമ്മ കൂടെയുണ്ട്. അതുകൊണ്ട് അസാധ്യമെന്ന് കരുതുന്നവ നമുക്ക് മാറിപ്പോകുന്നു, നമുക്കത് സാധ്യമാക്കി തരുന്നു. വേദനയുടെ കടന്നു പോകുന്ന വിഷയങ്ങൾക്ക് വേഗം ആശ്വാസം നൽകി നമ്മളെ സഹായിക്കുന്നു. അതോടൊപ്പം ഒരു വഴിതെളിയാതെ ഭാവി എന്താകും എന്നൊക്കെ ആകുലപ്പെട്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷിതമായ തീരത്ത് കപ്പലണയുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ അമ്മ മാതാവ് കരം പിടിച്ച് കൂടുതൽ ശ്രേയസ്സുള്ള, സാമ്പത്തിക ഭദ്രതയുള്ള, ആരോഗ്യമുള്ള തീരത്തേക്ക് നമ്മളെ അണച്ചുകൊണ്ടിരിക്കും. അതാണ് മകളുടെ വാക്കുകളിലൂടെ നിരന്തരം പറയുക. എൻ്റെ ജീവിതം സുരക്ഷിതമാക്കി, എൻ്റെ ദാമ്പത്യത്തെ സുരക്ഷിതമാക്കി, ബലവത്താക്കി, എൻ്റെ കുടുംബത്തെ സുരക്ഷിതമാക്കി, എൻ്റെ വേദനകളെ മാറ്റിത്തന്നു. അങ്ങനെ അമ്മ മാതാവ് സമയ ചുരുക്കത്തിൽ ഈ എൻ്റെ ജീവിതത്തിൽ നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമുക്ക് ഗ്യാരൻറ്റീഡാണ്. നമ്മൾ അമ്മ മാതാവിനെ ആഗ്രഹിച്ച്, സ്നേഹിച്ച്, ജീവിതത്തെ ക്രമപ്പെടുത്തിയാണോ ജീവിക്കുന്നത്, ഈശോയിൽ നിന്ന് അമ്മ നമുക്ക് വേണ്ടി പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ നമുക്ക് മെറിറ്റുകൾ ഇല്ലാതിരിക്കുമ്പോഴും നമ്മളെ സഹായിക്കുവാൻ കൂടെ നിന്ന് നമുക്ക് വേണ്ടി നിലപാടെടുത്ത് അനുഗ്രഹിച്ചു കൊണ്ടിരിക്കും. അതുകൊണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഓർക്കണമേ, നമ്മൾ വലിയ സാന്നിധ്യത്തിൻ്റെ, വലിയ സംരക്ഷണത്തിൻ്റെ കരവലയത്തിലാണ് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ പറയുക, നിങ്ങൾ ഉടമ്പടിയിൽ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ അതവിടെ നിക്ഷേപിച്ചതിന് ശേഷം നിങ്ങളുടെ ജീവിതം, ഉടമ്പടി ജീവിതം അത് വൃത്തിയായി ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന്. മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചതിനെ എങ്ങനെ അനുഗ്രഹിച്ച് തിരികെ തരണമെന്ന് അമ്മ മാതാവിന് നന്നായിട്ടറിയാം. നമ്മൾ ഉടമ്പടിയിൽ ആഴപ്പെടുമ്പോൾ നമ്മുടെ നിയോഗങ്ങൾ ഈശോപ്പായിലൂടെ നിരന്തരം അനുഗ്രഹിക്കപ്പെടുന്നത് കാണുവാനാകും. ഈ കുടുംബത്തോടൊപ്പം ഇവർക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.